ഇന്ന് എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാനും അത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഉണ്ടായിരുന്നു. എനിക്ക് ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ രാവിലെ തീർക്കാൻ പറ്റും. കുറച്ച് നേരത്തെ എണീക്കണം എന്ന് മാത്രം. അങ്ങനെ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങി. ഇവിടുത്തെ ബാങ്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ പ്രധാനപ്പെട്ട ബാങ്ക് എന്ന് പറയുന്നത് JP ബാങ്കാണ്, അതായത് ജപ്പാൻ പോസ്റ്റ് ബാങ്ക്. ഇവിടെ തൊട്ടടുത്ത് ചെറിയൊരു ബ്രാഞ്ച് ഉണ്ട് എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ അവിടേക്കാണ് ഞാൻ വന്നത്. പക്ഷേ വന്ന സമയത്ത് ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കിയപ്പോൾ അത് ക്ലോസ് ആയിരുന്നു. എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ അവർ ലഞ്ച് ബ്രേക്കിനോ മറ്റോ പോയതായിരിക്കണം. 5 മണി വരെ ഉണ്ടായിരുന്നു, പക്ഷേ 3 മണിക്ക് പോകുമ്പോഴും അവർ ക്ലോസ് ആയിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഇനി വേറെ വഴിയില്ല, കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെയും നമുക്ക് അവർ ATM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ചാർജ് എന്തായാലും അവർ അപ്ലൈ ചെയ്യും, 350 300 എണ്ണോ അവരെന്തായാലും പിടിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ളൊരു ടോൾ ബൂത്ത് കണ്ടു. നമ്മുടെ നാട്ടിൽ പണ്ട് കോയിനൊക്കെ ഇട്ട് വിളിക്കുന്ന ടോൾ ബൂത്തില്ല, അതുപോലെയുള്ള ടോൾ ബൂത്തുകൾ ഇപ്പോഴും ജപ്പാനിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിത് ചില ഏരിയകളിൽ ഇൻ്റർനാഷണൽ കോൾ പോലും നമുക്ക് കോയിനിട്ടിട്ട് വിളിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ അങ്ങനെയും ഇവിടെയുണ്ട്. അങ്ങനെ ഞാൻ റോഡ് കിടക്കാൻ വന്നപ്പോൾ ഇവിടെ സിഗ്നൽ കിട്ടി. അപ്പോൾ ഇതുപോലെയുള്ള ബട്ടൺ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പല കൺട്രീസിലും ഞാൻ ഉണ്ട് എന്ന് ഞാൻ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൺവീനിയൻസ് സ്റ്റോറിലെത്തി. ഇവിടുന്ന് ATMൽ ക്യാഷ് എടുക്കാനുണ്ടായിരുന്നു, ക്യാഷ് എടുത്തു. ഒരു 350 എണ്ണ ഇവർ എക്സ്ട്രാ ചാർജ് ആവും. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കൺവീനിയൻസ് സ്റ്റോറിൻ്റെ പുറത്ത് ഇതുപോലെയുള്ളൊരു ID ഫോട്ടോ എന്ന് പറയുന്നത് ബോക്സ് ഉണ്ടാവും. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റുഡിയോയിലോ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചില ഏരിയകളിൽ കൺവീനിയൻസ് സ്റ്റോറിൻ്റെ പുറത്തോ എവിടെയെങ്കിലും ആയിട്ട് ഇതുപോലെയുള്ള ബോക്സുകൾ നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമുക്ക് സെൽഫായിട്ട് ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഏത് സൈസാണോ വേണ്ടത് ആ സൈസിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തി. എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനൊന്നുമില്ല, കുറച്ച് 1-2 മുട്ട വാങ്ങാനുണ്ടായിരുന്നു, പിന്നെ പഴം. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചെറിയ ചെറിയ പൈസക്കൊക്കെ നമുക്ക് ചെറിയ ക്യാഷിനൊക്കെ നമുക്ക് ഇവിടുന്ന് പഴം കിട്ടും. നാട്ടിലെ പോലെ നേന്ത്രപ്പഴമൊന്നും ഇവിടെ കിട്ടത്തില്ല, ഇവിടെ പൂവൻ പഴമാണ് നമുക്ക് കിട്ടാറ്. അങ്ങനെ അത് 2 എണ്ണവും പിന്നെ 2 മുട്ടയെടുത്തു. 238 എണ്ണ കേട്ടോ ഒരു ട്രേ മുട്ടക്ക്, അതായത് നാട്ടിലെ ഏകദേശം അതിൻ്റെ ഒരു പകുതിയായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൂടെ നാടൻ മുട്ടിയും നമുക്കവിടെ കാണുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തൊയാമ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലാണ് കേട്ടോ, ഭയങ്കര വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.